ചാപ്റ്റർ 2 മോസസ്. ഗൈസ്, പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം മുതൽ ഒന്ന് വായിച്ചേ. മോശ ഒരു വലിയ പ്രവാചകനായിരുന്നു. ഈജിപ്തിൻ്റെ സ്ലേവ്സ് ആയിരുന്ന ഇസ്രായേൽക്കാരെ നൈസായിട്ട് സേവ് ചെയ്തത് ഈ പുള്ളിയാണ്. ഇസ്രായേൽക്കാരുടെ ഡാർക്ക് അടിച്ചിരുന്ന ലൈഫിലേക്ക് മോശ ഒരു വലിയ ഹോപ്പ് നൽകി. മാത്രമല്ല, ഈ മോശ വഴിയാണ് ദൈവം 10 കൽപ്പനകൾ നൽകിയത്. ഈജിപ്തിലെ ഫറവോയോട് സംസാരിക്കുവാൻ പോയ നമ്മുടെ മോശയ്ക്ക് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മോശ ഒരു വിക്കനായിരുന്നു. ഒരു കാര്യവും പറഞ്ഞു തീർക്കാൻ മച്ചാന് പറ്റില്ലായിരുന്നു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയി എന്നാണോ? തോക്കാനോ? നോ വേ. ദൈവം കൂടെ ഉള്ളപ്പോൾ ആര് തോക്കാൻ? ആ ബൈബിളൊന്ന് എടുത്തേ ഗൈസ്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം ഒന്നുറക്കെ വായിച്ചു നോക്കിക്കേ. പക്ഷേ മോശയ്ക്ക് ഹോപ്പില്ലാതിരുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർ മോശയെ വിശ്വസിക്കില്ല, അവൻ്റെ വാക്ക് കേൾക്കില്ല. 2, സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, ഇതാണോ പ്രശ്നം? നിസ്സാരം. മോശയ്ക്ക് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള പവർ ദൈവം കൊടുത്തു. മോശയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ കസിൻ ബ്രദറായ അഹറോൻ വരുമെന്ന് പറഞ്ഞു. മോശയെ കളിയാക്കിയ ഫറവോയുടെയും ഈജിപ്തിൻ്റെയും നേരെ 10 മഹാമാരി അയച്ച് ഗോഡ് നല്ല പണി കൊടുത്തു. അവസാനം ഫറവോ ചമ്മിപ്പോയി. മോശയുടെ പവർ സീനില്ലേ? എന്നിട്ടോ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രയിൽ ദൈവം ഇസ്രായേൽക്കാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ചെങ്കടൽ 2ആയി വിഭജിച്ചു. വിശന്നപ്പോൾ മന്നായും കാടപ്പക്ഷിയും കൊടുത്തു. ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി. കുറുമ്പ് കാണിക്കാതിരിക്കുവാൻ അവർക്ക് 10 കൽപ്പനകൾ നൽകി. എങ്കിലും ഇസ്രായേൽ ജനം ദൈവത്തെ പലപ്പോഴും സാഡാക്കി. സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അവർ നൈസായിട്ട് ദൈവത്തെ സൈഡാക്കി. ഇത് കണ്ട് ടെററായ ദൈവം അവരെ ശിക്ഷിച്ചെങ്കിലും മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാരുമായി ദൈവം തൻ്റെ ഉടമ്പടി അപ്ഡേറ്റ് ചെയ്തു.